മോദിക്കും BJPക്കും വലിയ തിരിച്ചടിയാണ് ഡൽഹിയിലെ റോസ് അവന്യൂ കോർട്ടിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. ED, CBI, ഇൻകം ടാക്സ്, മറ്റ് ഏജൻസികൾ എന്നിവയെ ദുരുപയോഗം ചെയ്ത് രാജ്യത്തെ ജനാധിപത്യത്തെ പൂർണ്ണമായി അട്ടിമറിക്കുന്ന സംഘിക്കൂട്ടങ്ങളുടെ നട്ടെല്ലിനാണ് അടികിട്ടിയിരിക്കുന്നത്. മദ്യ അഴിമതി നടത്തി എന്ന് പറഞ്ഞ് അന്നത്തെ ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിനെയും AAPയുടെ മന്ത്രിയായിരുന്ന മനീഷ് സിസോദിയെയും വളരെ നാളുകളാണ് അവർ ജയിലിൽ അടച്ചത്. ഇപ്പോഴിതാ ഈ കേസ് തന്നെ ഡൽഹിയിലെ റോസ് അവന്യൂ കോടതി പരിപൂർണമായി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് വ്യക്തമായി കാണുകയും അവലോകനം ചെയ്യുകയും ചെയ്യാം. ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇന്നലെയാണ് ഡൽഹിയിലെ റോസ് അവന്യൂ കോടതി മോദിക്ക് കനത്ത തിരിച്ചടി നൽകിയത്. മദ്യ അഴിമതി നടത്തി എന്ന് പറഞ്ഞ് അരവിന്ദ് കെജ്രിവാളിനെ 150 ദിവസത്തിൽ അധികവും മനീഷ് സിസോദിയയെ 530 ദിവസത്തിൽ അധികവുമാണ് ഇവർ ജയിലിൽ അടച്ചത്. CBI ആണ് ഇവർക്കെതിരെ ഇല്ലാത്ത കേസ് ഫയൽ ചെയ്ത് ജയിലിൽ അടച്ചത്. പിന്നീട് കോടതി ഇവർക്ക് ജാമ്യം അനുവദിച്ചിരുന്നു. ഇപ്പോഴാണ് ഇതിന്റെ അവസാന വിധി വരുന്നത്. ഇതിൽ അവരെ കുറ്റവിമുക്തരാക്കുകയല്ല ചെയ്തത്. ഒന്നുകൂടി ശ്രദ്ധിച്ചുകൊള്ളൂ, ഈ കേസിൽ ഇവരെ കുറ്റവിമുക്തരാക്കുകയല്ല ചെയ്തത്, അല്ലെങ്കിൽ കുറ്റം ചെയ്തില്ല എന്ന് പറഞ്ഞ് വെറുതെ വിടുകയല്ല ചെയ്തത്. അവിടെയാണ് മോദിയുടെയും കൂട്ടരുടെയും ജനാധിപത്യ ധ്വംസനത്തിന് ഏറ്റവും വലിയ തിരിച്ചടി ലഭിച്ചിരിക്കുന്നത്. കോടതി ഈ കേസ് തള്ളിക്കളയുകയാണ് ചെയ്തത്. അതായത് ഇങ്ങനെയൊരു കേസിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് പറഞ്ഞ് കോടതി കേസ് തള്ളിക്കളഞ്ഞു. അല്ലാതെ ഈ കേസിൽ ഇവർ കുറ്റം ചെയ്തില്ല എന്ന് പറഞ്ഞ് കുറ്റവിമുക്തരാക്കുകയല്ല ചെയ്തത്. ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇങ്ങനെ ഒരു കേസിന് തന്നെ യാതൊരു അടിസ്ഥാനവുമില്ല. അതിനാൽ ഈ കേസ് പൂർണ്ണമായി തള്ളിക്കളയുന്നു എന്നാണ് കോടതി പറഞ്ഞത്. ലൈവ് ലോ ഇതിനെക്കുറിച്ചുള്ള വാർത്ത കൊടുത്തിരിക്കുന്നത് കണ്ടോ? ഡൽഹി കോടതി കേജ്രിവാളിനെതിരെയും മനീഷ് സിസോദിയക്കെതിരെയുമുള്ള മദ്യ അഴിമതി കേസിൽ അവർക്കെതിരെയുള്ള ചാർജുകൾ ഡിസ്ചാർജ് ചെയ്തു. ഇങ്ങനെയൊരു കേസ് ചാർജ് ചെയ്യാനുള്ള യാതൊരു തെളിവുമില്ല. അതിനാൽ ആ കേസ് തന്നെ പരിപൂർണമായി തള്ളിക്കളയുന്നു എന്ന് രണ്ടാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നതാണ് മറ്റൊരു വലിയ തിരിച്ചടി. യാതൊരു അടിസ്ഥാനവും തെളിവുമില്ലാതെ ഇവരെ കുറ്റം ചാർത്തിയതിൽ കോടതി CBIയെ ശക്തമായി ശാസിച്ചു. കെട്ടുകണക്കിനുള്ള വലിയ ചാർജ് ഷീറ്റ് ഇവർ തയ്യാറാക്കിയെങ്കിലും അതിൽ യാതൊരു തെളിവുമില്ല. വളരെയേറെ കുറവുകളുണ്ട്. ഒന്നും വ്യക്തമല്ല. അതിൽ കഴമ്പായിട്ട് ഒന്നുമില്ല. വെറും കെട്ടിച്ചമച്ച കെട്ടുകണക്കിന് അർത്ഥമില്ലാത്ത പേപ്പർ കൂമ്പാരമാണ് ഈ ചാർജ് ഷീറ്റ് എന്ന് കോടതി തുറന്നു പറഞ്ഞു. അതായത് യാതൊരു തെളിവുമില്ല, വെറുതെ ചാർജ് ഷീറ്റ് ആണ് എന്ന് പറഞ്ഞ് 10,000 പേപ്പറുകളിൽ മോദിയുടെ പ്രസംഗങ്ങൾ പോലെ യാതൊരു അർത്ഥവുമില്ലാത്ത, യാതൊരു തെളിവുമില്ലാത്ത, യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങൾ കുത്തിക്കുറിച്ചു വെച്ചിരിക്കുന്നു. സംഘികളുടെ CBIയുടെ ചാർജ് ഷീറ്റിൽ നിന്ന് അതിൽ കൂടുതൽ എന്താണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതല്ലേ? അതുപോലെ ഇത്ര വലിയൊരു കേസ് കെട്ടിച്ചമച്ച് ഉണ്ടാക്കിയതിൽ CBIക്കെതിരെ കോടതി അന്വേഷണത്തിനും ഉത്തരവിട്ടിരിക്കുകയാണ്. ഇതേ തുടർന്ന് കേജ്രിവാൾ മാധ്യമങ്ങളുടെ മുന്നിൽ കണ്ണീരോടെയാണ് സംസാരിച്ചത്. केजरीवाल भ्रष्ट है, केजरीवाल भ्रष्ट है। संभालिए सर, अपने आप संभालिए, हिम्मत सर, लाओ मत भाई। केजरीवाल भ्रष्ट नहीं है। मैंने केवल अपनी जिंदगी में ईमानदारी कमाई है। इन्होंने झूठा केस लगाया और आज ये साबित हो गया। कोर्ट ने कहा है कि केजरीवाल कट्टर ईमानदार है, मनीष सिसोदिया कट्टर ईमानदार है, आम आदमी पार्टी कट्टर ईमानदार है। കേജ്രിവാൾ അഴിമതിക്കാരനാണ് എന്ന് ഇവർ പറഞ്ഞു എന്ന് പറഞ്ഞ് അദ്ദേഹം പൊട്ടിക്കരയുകയാണ്. കേജ്രിവാൾ അഴിമതിക്കാരനല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ മാന്യമായി മാത്രമേ സമ്പാദിച്ചിട്ടുള്ളൂ. ഇവർ ഇല്ലാത്ത കേസ് എൻ്റെ മേൽ ചുമത്തി. ഇന്ന് അത് തെളിഞ്ഞിരിക്കുകയാണ്. കോടതി വ്യക്തമായി പറഞ്ഞു കേജ്രിവാൾ പരിപൂർണമായി അഴിമതിരഹിതനാണ് എന്ന്, മനീഷ് സിസോദിയ പരിപൂർണമായി ശുദ്ധനാണ് എന്ന്, ആം ആദ്മി പാർട്ടി പരിപൂർണമായി ശുദ്ധരാണ് എന്ന്. കേജ്രിവാളിനോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇന്ത്യ കണ്ടതിൽ ഏറ്റവും മികച്ച പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിനെതിരെ ഇല്ലാത്ത അഴിമതിയുടെ പേരിൽ
ഡൽഹിയിൽ സംഘികളോട് ചേർന്ന് സമര കൂത്താട്ട് നടത്തി അദ്ദേഹത്തെ ഇവർ അപമാനിച്ചതിന് യാതൊരു പരിധിയുമില്ല. അതിന്റെ പരിണിത ഫലമാണ് ഇന്ന് ഇന്ത്യയിലെ ജനങ്ങൾ അനുഭവിക്കുന്നത്. 12 വർഷമായി വിവരവും വിവേകവും 5 പൈസയുടെ വിദ്യാഭ്യാസവും ഇല്ലാത്ത ആളുകൾ ഇന്ത്യ ഭരിക്കുന്നതിന്റെ വലിയൊരു കാരണം. എന്നിരുന്നാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, അധികാരത്തിന് വേണ്ടി ഇല്ലാത്ത കാര്യം പറഞ്ഞ് സംഘികളോട് ചേർന്ന് സമരം ചെയ്തു എങ്കിലും കേജ്രിവാളും മനീഷ് സിസോദിയയും അഴിമതിക്കാരല്ല, അതിന് യാതൊരു സംശയവും വേണ്ട. രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന, രാജ്യത്തെ മുന്നോട്ട് നയിച്ച കോൺഗ്രസിനെ ഇത്ര ദുർബലമാക്കുന്നതിൽ സംഘികളെക്കാൾ കൂടുതൽ പങ്കുവച്ചത് ഇവർ ആണെങ്കിൽ പോലും ഇവർ അഴിമതിക്കാരല്ല എന്നുള്ള കാര്യം വ്യക്തമായി തുറന്നു പറയുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല. ഇന്ത്യയിൽ സത്യസന്ധമായി പത്രപ്രവർത്തനം നടത്തുന്ന ചുരുക്കം ചിലരിൽ ഒരാളായ ഇന്ത്യ ടുഡേയിലെ രാജ്ദീപ് സർദേശായി ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത് കേട്ടുകൊള്ളൂ. It's very clear that this is a huge setback for the center and the central agencies, and a big victory for Arvind Kejriwal and the Aam Aadmi Party. Let's be clear, over the last 4 years, the liquor policy scam has hung large over Arvind Kejriwal's political career. He has spent more than 150 days in jail. Manish Sisodia spent as many as 530 days in jail. And the question will arise, who will be held accountable if the court order, in the way it has been framed, clearly shows that there was very, very little evidence against Mr. Kejriwal and Sisodia. The witness statements did not match. And yet the fact is, just before the Lok Sabha elections, Mr. Kejriwal was arrested. 8 months later, he lost power in Delhi because during that period too, he spent a considerable time in jail, and it severely dented his political career and reputation because he came to power on an anti-corruption plank. So the question is one of accountability. Who will be held accountable, Suesha, for the manner in which the CBI prosecuted this liquor policy? And what is the fallout on the way in which central agencies have been weaponized? അദ്ദേഹം വളരെ ശക്തമായി പറയുകയാണ്, കേന്ദ്ര ഏജൻസികളെ ഇതുപോലെ ദുരുപയോഗം ചെയ്ത് ഇല്ലാത്ത കേസെടുത്ത് ഇവരെ ജയിലിൽ അടച്ചതിന് ആരാണ് സമാധാനം പറയുക എന്ന്. ഇന്ത്യയിലെ CBI പോലെയുള്ള ഉന്നതമായിരുന്ന അന്വേഷണ ഏജൻസികളുടെ വിശ്വാസ്യത പരിപൂർണമായി ഇല്ലാതായിരിക്കുകയാണ്. ED, CBI, ഇൻകം ടാക്സ് എന്നുവേണ്ട ഇലക്ഷൻ കമ്മീഷൻ വരെ മോദിയുടെ വെറും ചട്ടുകങ്ങളായി പരിപൂർണമായി മാറിയിരിക്കുകയാണ്. സംഘികൾ ഈ വലിയ തിരിച്ചടി ന്യായീകരിക്കാൻ പാടുപെടുകയാണ്. BJP നേതാവ് സുധാൻശു ത്രിവേദി ഇതിനെക്കുറിച്ച് പറഞ്ഞത് കേട്ടാൽ വലിയ രസമാണ്. കോടതി അരവിന്ദ് കെജ്രിവാളിനെ കുറ്റവിമുക്തമാക്കിയതിന് കാരണം തെളിവില്ലാത്തതാണ്, അത് ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആണെന്ന്. CBI ഇതിൽ അടുത്ത നടപടിയെടുക്കും, ഇതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞ് പാർട്ടി പ്രതികരിക്കുന്നതാണ് എന്ന്. തെളിവില്ലാത്തതിന്റെ പേരിലാണ് കേജ്രിവാളിനെ കുറ്റവിമുക്തനാക്കിയത് എന്ന്, അത് ഒരു ടെക്നിക്കൽ പ്രശ്നമാണ് എന്ന്. ഇവരെല്ലാം ഇങ്ങനെയാകുന്നത് എന്തുകൊണ്ടാണ്? എല്ലാവരും സംസാരിക്കുന്നത് ഇതുപോലെയാണ്, യാതൊരു വെളിവുമില്ലാതെ വെള്ളിയാഴ്ചയുമില്ലാതെ. ഉള്ളിസുര പറഞ്ഞതുപോലെ കൂടിയ അത്ര കുറഞ്ഞിട്ടില്ല, കുറഞ്ഞ അത്രയും കൂടിയിട്ടില്ല. അതിന്റെ താഴെ ആളുകൾ കമ്മ്യൂണിറ്റി നോട്ട് എഴുതിയിരിക്കുന്നത് കണ്ടോ? അവരെ കുറ്റവിമുക്തരാക്കുകയല്ല ചെയ്തത്, മറിച്ച് ഈ കേസ് തന്നെ തള്ളിക്കളയുകയാണ് ചെയ്തത്. പ്രഥമ ദൃഷ്ട്യാ കേസുണ്ട് എന്ന് കാണിക്കുന്നതിനുള്ള യാതൊരു തെളിവും അവർക്ക് ഹാജരാക്കാൻ സാധിച്ചില്ല. ഇതിൽ യാതൊരു കേസുമില്ല എന്ന് പറഞ്ഞ് ആ കേസ് തന്നെ തള്ളിക്കളയുകയാണ് ചെയ്തത്. ഓർക്കണം, ഇതിൽ വിചാരണ പോലും നടത്തിയിട്ടില്ല എന്ന്. എന്ത് സംഭവിച്ചാലും, എത്ര തിരിച്ചടി ലഭിച്ചാലും വീണ്ടും വീണ്ടും ഈ അന്വേഷണ ഏജൻസികളെ ഇവർ ദുരുപയോഗം ചെയ്ത് ഇന്ത്യയുടെ ജനാധിപത്യം പരിപൂർണമായി നശിപ്പിക്കും എന്ന് ഉറപ്പാണ്. ഇന്ത്യയിലെ ചുരുക്കം ചില ജഡ്ജിമാർ മാത്രമേ നിയമം പാലിക്കുന്നതായി ഉള്ളൂ എന്ന അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് രാജ്യം. CBIക്കെതിരെ അന്വേഷണം കോടതി പ്രഖ്യാപിച്ചു എങ്കിലും അവർ വീണ്ടും ഈ കേസുമായി ഹൈക്കോടതിയിൽ പോകും എന്നുള്ളതാണ് വസ്തുത. കാരണം ഭരണപക്ഷത്തിന്റെ ചട്ടുകങ്ങളായി മാറിയിരിക്കുന്ന അവർക്ക് ഒരു കോടതിയെയും ഭയമില്ല. ഇതുകൊണ്ടൊന്നും സംഘികൾ പഠിക്കുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സംഘികൾ പഠിക്കണമെങ്കിൽ ജനങ്ങൾ കനത്ത മറുപടി നൽകിയേ മതിയാവൂ. ഇന്ത്യയിലെ 80% ജനങ്ങളെങ്കിലും ഈ ക്രിമിനൽ സംഘത്തിനെതിരെ രംഗത്ത് വരണം, എങ്കിലേ രാജ്യത്തെ രക്ഷിക്കാനാവൂ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?